വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അത് എല്ലാ വിഷയത്തിൻ്റെയും ഇംഗ്ലീഷും മാത്സും ഞാൻ എഴുതിയില്ലായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് ഞാൻ ഇതിനകത്തിൽ എഴുതിയെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ഞാൻ എഴുതിയിട്ടില്ല. മാത്സ് പിന്നെ ഓൾറെഡി നമ്മളെല്ലാം ഇട്ടതാണ് കേട്ടോ. മാത്സിനകത്തിലെ ആംഗിൾസ് എന്നുള്ള പാഠം കട്ടായി പോയായിരുന്നു. നിങ്ങളെ ഫോണിൻ്റെ എന്തോ തകരാറായിരുന്നു, അന്ന് ഞാൻ ഫുൾ ഇട്ടതായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ കമൻറ്റ് ഓരോരുത്തരുടെയും നോക്കിയപ്പോഴാണ് ഇടയ്ക്ക് എവിടെയോ കട്ടായി പോയെന്ന് കണ്ട കേട്ടോ. ഈ ഫോൺ എന്നെ ചതിച്ചതാണ്. എന്നിട്ട് ഞാൻ വീണ്ടും 2, 3 ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇനി ഒട്ടും അറിയത്തില്ല, അതൊന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണേ ഞാനൊരു റിവിഷൻ ചാപ്റ്ററായിട്ട് മാത്സ് ഇടാം. ഓൾറെഡി ഞാൻ ആംഗിൾ എന്ന് പറയുന്ന പാഠം 3, 4 വെട്ടോ ഒക്കെ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. 3, 4 ഒക്കെ കിടപ്പുണ്ട് ആംഗിൾസ് കേട്ടോ. കാരണം ചെറിയൊരു ചാപ്റ്ററായിട്ട് പോലും അത് ഞാൻ 4 വെട്ടോ 3 വെട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങളെ, നമുക്കൊരു റിവിഷൻ ചാപ്റ്ററായിട്ട് ഇടാം. പിന്നെ ഇംഗ്ലീഷ് ഞാൻ എഴുതിയില്ല, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു. ബാക്കി നമ്മൾ മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, ഹിന്ദി, സയൻസ്, സോഷ്യൽ, ഇത്രയും വിഷയത്തിൻ്റെയും ഫസ്റ്റ് പാഠത്തിൻ്റെ നോട്ടായത്. നമുക്ക് പീരിയോഡിക് ടെസ്റ്റാണ്, ഇപ്പോൾ മന്ത്ലി ടെസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞവർ കാണും കുറേ പേര്. അപ്പം നേരത്തെ നോട്ട് എഴുതി എടുത്തവർ കാണും, ഇല്ലാത്തവർ കാണും. രണ്ടായാലും ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് കുഞ്ഞുങ്ങളെ. വൃത്തിയായിട്ട് എഴുതിയെടുക്കാത്തവർ എഴുതിയെടുക്കണേ. അതല്ല കേട്ട് പഠിക്കുന്നവർ കേട്ട് പഠിച്ചോണേ കേട്ടോ. നോക്കണേ, കേട്ട് പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല, എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ അമൃതം നുകരാം, അടുക്കള. അമൃതം നുകരാം TP രാജീവനാണ്. ഏതൊരു പാഠം പഠിക്കുമ്പോഴും എഴുതിയത് ആരാണെന്ന് പഠിക്കണം. TP രാജീവൻ. ഓക്കെ. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകുട്ടികൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇത് വെറും പാചകത്തെ പറ്റിയുള്ള ഒരു കുറിപ്പല്ല. പഴയ കാലത്തെ സ്ത്രീകളുടെ ജീവിത രീതിയും, നോക്കണേ കുഞ്ഞുങ്ങളെ, അവസ്ഥകളും ആചാരങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് കാലത്തെ ഓരോ രീതികളാണ് കുഞ്ഞുങ്ങളെ. ഇപ്പം അങ്ങനെ വല്ലതും ഉണ്ടോ? പണ്ട് കാലത്ത് വീട്ടിൽ ആരെങ്കിലും, നമ്മുടെ വെളിയിൽ നിന്നൊരു ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ, വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന ആണുങ്ങളുണ്ടെങ്കിൽ അവരായിരിക്കും ഇറങ്ങി ചെല്ലുന്നത് അല്ലേ. അല്ലെ ആ വീട്ടിൽ ആരാണ് ആണുങ്ങളുള്ളതെന്ന് വെച്ചാൽ അവർ ഇറങ്ങിച്ചെന്ന്, അല്ലെ ഏറ്റവും പ്രായമുള്ള അമ്മൂമ്മയോ അമ്മയോ എല്ലാം ഉണ്ടെങ്കിൽ അവരായിരിക്കും ആദ്യമേ ഇറങ്ങി ചെല്ലുന്നതായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോഴോ കോളിമ്പൽ ആരടിച്ചാലും എന്താ, ആ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികളോ അല്ലെ പെൺകുട്ടികളോ ചെന്നായിരിക്കും ആരാന്ന് അന്വേഷിക്കുന്നത് അല്ലേ. ഇപ്പം ആ കാലത്തിലോട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. ഇത് വെറും ഒരു പാചകത്തെ പറ്റിയുള്ള ഒരു കുറിപ്പല്ല. പഴയ കാലത്തെ സ്ത്രീകളുടെ ജീവിത രീതിയും അവസ്ഥകളും ആചാരങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നുവെന്ന് ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞതോടൊപ്പം എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന അല്ലെങ്കിൽ ഒരു പഴയ ചിന്താഗതിയും ഇവിടെ വ്യക്തമാക്കുന്നു. എരിശ്ശേരി കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ രുചി കുറയും എന്ന് വെച്ചാൽ തേങ്ങ അരച്ച കറി കൂടുതൽ അരച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, അത് ഒരുമാതിരി കൊന്തും ബീരയും പോലെ എന്താ ഒരുമാതിരി വല്ലാതിരിക്കും അല്ലേ. തൈര് പിരിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഒരു പകുതി ഒക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ചൂടടിക്കുമ്പോഴത്തേക്ക് ഇത് ഓഫാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതാ ഉദ്ദേശിക്കുന്നത്, തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങ് കുറയുന്നത് പോലെയാണ് സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെയൊക്കെ ഓരോ ചിരി കാണണം അല്ലേ. നമ്മളായാലും ഇപ്പോഴത്തേതല്ല, നമ്മളെല്ലാം ചിരിക്കുന്നത് അല്ലേ. പ്രശ്നങ്ങളുണ്ടായി എന്ന ചിന്താഗതിയാണ് ഇതിലൂടെ പറയുന്നത്. പണ്ട് സ്ത്രീകൾ മാത്രമായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ പാചകം ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം ജോലിയല്ല. ഇപ്പോൾ പുരുഷന്മാരും അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ട്. പഴയ കാലത്ത് ആൾക്കാരുടെ ചിന്തകൾക്ക് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആവും. നിങ്ങൾ നോക്കിക്കേ, നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? നമ്മുടെ നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് നോക്കിക്കേ. സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളയുന്ന ഒരു സമ്പന്നമായ താഴ്വര അവരാ താമസിക്കുന്നതല്ലേ. സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെ കുറിച്ചാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഉള്ളത് അല്ലേ. എന്തൊക്കെയാ? നെല്ല്, ഗോതമ്പ്, ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളയുന്ന ഒരു സമ്പന്നമായ താഴ്വരയാണ്. കൂടാതെ ആടും കോഴിയും പന്നിയും താറാവും, ഇതിൽ നിന്നും ആ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ നമുക്ക് നല്ല സമൃദ്ധിയുള്ള അല്ലേ, അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കണ്ടല്ലോ, എഴുതിയെടുക്കാമല്ലോ. അടുത്ത രണ്ടാമത്തെ, അടുക്കളയിൽ
അടുക്കളയിൽ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന പണികൾ. പണ്ട് കാലത്ത് ഇപ്പോഴെന്താ 2 മണിക്കൂർ കൊണ്ട് അടുക്കളയിലെ ജോലി കഴിയും അല്ലേ. ഇപ്പോൾ കാരണം കറണ്ട് വെച്ച് അരയ്ക്കാൻ അല്ലേ, മിക്സി ആയാലും ഗ്രൈൻഡർ ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ഓവനായാലും അല്ലേ, എല്ലാം നിമിഷ നേരം കൊണ്ട് തേങ്ങ തിരുമാനായാലും അല്ലേ എല്ലാത്തിനും മെഷീനായി. പണ്ട് കാലത്ത് എന്താ അരി ഇടിച്ച് പൊടിച്ച് അല്ലേ, ഈ മുളകൊക്കെ ഉണ്ടല്ലോ കൊണ്ടുവന്ന് അരച്ച് മഞ്ഞളൊക്കെ അരച്ച് ഇതെല്ലാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്നും ഇറങ്ങാൻ നേരമില്ല, എപ്പോഴും അവർ അടുക്കളയിലായിരുന്നു അല്ലേ. അതിനെക്കുറിച്ചാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കറിക്ക് നുറുക്കുന്നു, മീൻ വൃത്തിയാക്കുന്നു, ഇറച്ചി വെട്ടുന്നു, അരി ഗോതമ്പ് ഇവ അരയ്ക്കുന്നു, മല്ലി മുളക് അരയ്ക്കുന്നു, ഇഞ്ചി പുതിന ചതയ്ക്കുന്നു, ഭക്ഷണം പാകമായോ എന്ന് കുറച്ച് പേര് നോക്കുന്നു, ചിലർ നിലം വൃത്തിയാക്കുന്നു അല്ലേ, കൈ കഴുകുന്നു, പാത്രങ്ങൾ കഴുകുന്നു തുടങ്ങി എണ്ണിയാൽ തീരാത്ത പ്രവൃത്തികളാണ് അടുക്കളയിൽ ഇങ്ങനെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നല്ലതുപോലെ പഠിച്ചെഴുതണേ, അക്ഷരത്തെറ്റില്ലാതെ പഠിച്ചെഴുതണം കേട്ടോ. ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? കുഞ്ഞുങ്ങൾ നമ്മൾ ആ കഥ വായിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും പ്രായമായ ഏറ്റവും പ്രായമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള ജോലികളൊക്കെ ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരമ്മ കാണും. ആ അമ്മ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് അവരുടെ ജോലി. ചിലപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വരത്തില്ല കുഞ്ഞുങ്ങളെ. മിക്കവാറും പണ്ടുള്ള കുടുംബത്തൊക്കെ എല്ലാവരും 10-12 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഉണ്ടാക്കി ഇവരങ്ങ് മാണ്ട് അവസാനം ഇവർക്ക് കഴിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലോട്ട് മാറും. അവസാനമായിട്ട് കാണത്തുമില്ല. എന്തെങ്കിലും എല്ലാവരും വയറ് നിറച്ച് ഓക്കെ ആയിട്ട് അവരങ്ങ് പോവും അല്ലേ. അപ്പോഴും അടുക്കളയിൽ കിടക്കുന്നവരെന്താ നോക്കിക്കേ, ഇവിടെ എപ്പോഴും ഒരാൾ അതായത് ഉദ്ദേശിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു, ചെയ്തു തീരാത്ത പണികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം കഴിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് പോവുക. അവർ പോയി കഴിച്ച പാത്രം എടുത്തുകൊണ്ട് വന്ന് അവരെപ്പോഴത്തേക്ക് തറയെ മൊത്തം തുപ്പിയിട്ട് ഇല്ലയോ, അതൊക്കെയും ഭാര്യ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ അതില്ലയോ. അപ്പോഴാണ് അവസാനം കളഞ്ഞിട്ട് പോകുന്നത്. കിച്ചൺ ഇതായിരുന്നു ഏതോ ഒരു അല്ലേ സുരാജിൻ്റെ. അപ്പം ചെയ്തു തീരാത്ത പണികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വയറ് വിശന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. പിന്നെ അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്ന ആരായിരിക്കും എന്നാണ്. കുട്ടികളും ഭക്ഷണം ലഭിക്കാത്തവരും അനാഥരും അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അതിനകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്തായിരിക്കാം? ഇവരിങ്ങനെ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താ? അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാൾ ഏറെ ആവശ്യക്കാരുമുണ്ട്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും എന്താണ് ആ വീട്ടുകാർ ബാക്കിയുള്ളവരെല്ലാം അവർക്ക് ആവശ്യത്തിന് ബാക്കിയുള്ളവർക്കുണ്ടോ എന്ന് പോലും ചോദിക്കത്തില്ല അല്ലേ. അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാൾ ഏറെ ആവശ്യക്കാരുമുണ്ട്. ഇനി അതിഥികളെങ്ങാണം കുഞ്ഞുങ്ങളെ വന്നാൽ ഒന്നും കഴിക്കാൻ കിട്ടാതെയും വരുന്നു. ഇനി അബദ്ധത്താൽ ഇവരിങ്ങനെ വെച്ച് ഇന്നൊരിച്ചിരി എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും എവിടെ നിന്നെങ്കിലും 2-3 അതിഥികൾ കയറി വരുന്നത്. അപ്പോൾ അതും പോയി അല്ലേ. പാചകം ചെയ്യുന്ന ആളിനെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ഒരു പാചകം ചെയ്തു കഴിഞ്ഞ് അത് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിൻ്റെ സമയമായിരിക്കും. അടുക്കളക്കാരിക്ക് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം കഴിച്ചോ എന്ന് തിരക്കാനോ ആരുമുണ്ടാവില്ല. അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് അടുക്കളക്കാരിയായ ആ സ്ത്രീ തന്നെയായിരിക്കും കേട്ടോ. നല്ലൊരു കഥയാതല്ലേ. ഇനി അതിനകത്തിലെ ഒരെണ്ണവും കൂടെ ഉണ്ട്. ഒരെണ്ണമുണ്ട് കുഞ്ഞുങ്ങളെ. അടുക്കളയ്ക്കുള്ളിൽ ഇവിടെ ആറ്റൂർ രവിവർമ്മയുടെ വരികൾ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നത്. അവർക്ക് വിശ്രമമില്ല, മയങ്ങാൻ സമയമില്ല, സൂര്യനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് ജോലിയും ചെയ്യുന്നു അല്ലേ. അതുപോലെയാണ് സാവിത്രി രാജീവൻ്റെ വരികൾ സ്ത്രീയെ ഒരു യന്ത്രമായിട്ട് കാണുന്നു എന്നാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു, തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുന്നു. ഇതെല്ലാം അടുക്കള എന്ന കവിതയുടെ ആശയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാ കുഞ്ഞുങ്ങളെ മലയാളം ഫസ്റ്റ്. ഇനി സെക്കൻഡ് നോക്കിയേ. മാതൃഭാഷ നമ്മെ ചേർത്ത് നിൽക്കുന്നു. അടിസ്ഥാന പടാവലിയാണ് ചേർത്ത് നിൽക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളാണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലേ. സൗന്ദര്യബോധവും എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് സൗന്ദര്യബോധവും കേട്ടോ. പി പവിത്രൻ്റെ കുഞ്ഞുങ്ങൾ എഴുതിയത് പി പവിത്രൻ്റെ മാതൃഭാഷയും സൗന്ദര്യബോധവും എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് മാതൃഭാഷ നമ്മെ ചേർത്ത് നിൽക്കുന്നു എന്നുള്ളത്. നോക്കിക്കേ, കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് നാം മണക്കുന്നതും രുചിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും, അതായത് സെൻസ് ഓർഗൻസുകളെ കുറിച്ചാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചാണ് അല്ലേ. മണക്കുന്നത് മൂക്കുകൊണ്ട്, രുചിക്കുന്നത് നാക്കുകൊണ്ട്, കാണുന്നത് കണ്ണുകൊണ്ട്, കേൾക്കുന്നത് ചെവി കൊണ്ട്, തൊടുന്നത് ടച്ച് സ്കിന്ന്
അല്ലേ എന്താണെന്ന് എന്താണൊക്കെ അറിയുന്ന നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്. അതായത് കുട്ടിക്കാലത്ത് എന്തും നമ്മൾ മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. കാണുന്ന വസ്തുക്കളെയും കേൾക്കുന്ന ശബ്ദങ്ങളെയും ചൂട്, തണുപ്പ് തുടങ്ങിയ വികാരങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ മാതൃഭാഷയിലൂടെയാണ് നാം ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തെ കണ്ടോ. ഇനി രണ്ടാമത്തെ, ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? ഇടി എന്ന് കേൾക്കുമ്പോൾ ആ ശബ്ദം മാത്രമല്ല, അവിടെ പേടിയും അനുഭവപ്പെടുന്നുണ്ട്. നിലാവെന്ന് കേൾക്കുമ്പോൾ ആ വെളിച്ചം മാത്രമല്ല, അവിടെ ഒരു കുളിർമയും അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ അനുഭവങ്ങൾ പോലെ തന്നെ നമുക്ക് ആ അനുഭവങ്ങൾ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുമെന്നാണ് കേട്ടോ. രണ്ടാമത്തെ. അടുത്ത മൂന്നാമത്തെ, ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് കുഞ്ഞുങ്ങളെ? അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് കേട്ടോ. ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം? ശാസ്ത്രമുള്ളതിനെ കുറിച്ച് മാത്രം പറയുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രം അല്ലേ, അടിസ്ഥാന ശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഇതൊക്കെ ഭൂമിശാസ്ത്രം എന്ന് വെച്ചാൽ ഭൂമികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെ അടിസ്ഥാന ശാസ്ത്രം എന്ന് വെച്ചാൽ അതിനകത്തിൽ എന്തൊക്കെയാണ്, നമ്മളിപ്പോൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. എന്നാൽ ഭാഷയാകട്ടെ ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ പറയുക അങ്ങ് ലഡാക്കിൽ ഇന്ന് ഭൂമികുലുക്കമുണ്ടായി, അവിടെയുള്ള 4 ഫ്ലാറ്റ് അല്ലേ മറിഞ്ഞു വീണു എന്ന് നമ്മൾ വാർത്തയെ കൂടെ ഇപ്പം ഇന്ന് ഓരോരോ കേട്ടോണ്ടിരിക്കുമല്ലോ നിങ്ങളെ. അപ്പം നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് ഫ്ലാറ്റ് എന്ന് വെക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും, അത് ഇങ്ങനെയായിരിക്കും മറിഞ്ഞു വീണത്, അങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മളത് കണ്ടതുപോലുമില്ല. പക്ഷേ നമുക്കത് പെട്ടെന്ന് അയ്യോ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഭാഷയാകട്ടെ ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. ഭാഷ നമ്മുടെ മുന്നിലല്ലാത്ത വസ്തുക്കളെയും സംഭവങ്ങളെയും മനസ്സിൽ കാണാൻ സഹായിക്കുന്നു. അനേകം കാഴ്ചകളും അനുഭവങ്ങളും ഭാഷ നമ്മിലേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. പഴഞ്ചൊല്ലിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റ് പറയുന്നുണ്ട്. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല അല്ലേ. ഇവിടുത്തെ നമ്മൾ ഉപയോഗിക്കുന്ന അവിടെ ആ ഒരു പഴഞ്ചൊല്ലി പറയുന്നത് നായ പല്ല് ശൗര്യമാണ്. ഇനി മനസ്സിലുണ്ടാകുന്ന ആശയം എന്താ? ഒരു കാലത്ത് കരുത്തനായിരുന്നെങ്കിൽ ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര അങ്ങോട്ട് ഫലിക്കുന്നില്ല അതല്ലേ. ഇത് കേട്ടാൽ പുലി പുല്ലും തിന്നും അല്ലേ. എന്ന് വെച്ചാൽ അതിനകത്തിലെ പുല്ല് തിന്നലാണ് അവിടുത്തെ പരിചിതമായ വസ്തുക്കൾ. മനസ്സിലുണ്ടായതോ ദാരിദ്ര്യവും കഷ്ടപ്പാടും യാചന എന്തു കിട്ടിയാലും അവനെന്ത് ചെയ്യും? കഴിക്കും. ഇത് കിട്ടിയാൽ പുലി പുല്ലും തിന്നും എന്ന് വെച്ചാൽ ഞാൻ എന്നും ബിരിയാണിയെ കഴിക്കത്തുള്ളൂ അല്ലേ. കൈ പൈസ ഇല്ലെങ്കിലോ എന്തെങ്കിലും കിട്ടിയാൽ മതി അല്ലേ എന്നും അല്ലേ. അങ്ങനെയൊക്കെ അതാ കുഞ്ഞുങ്ങളെ. കടുവയെ പിടിച്ച കിടുവ. ഇവിടുത്തെ പരിചിതം എന്ന് വെച്ചാൽ കടുവയാണ്. പരിചിത വസ്തുക്കൾ എന്ന് വെച്ചാൽ കടുവ അല്ലേ. മനസ്സിലുണ്ടായ ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ പോര് നടത്തുമ്പോൾ ശക്തൻ എന്ത് ചെയ്യുന്നു? അശക്തനെ കീഴടക്കും അല്ലേ. അങ്ങനെ അല്ലയോ. ഓക്കെ. മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ഇത് മറ്റേ പാഠത്തിലെ കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് വേറൊരു പാഠം ഉണ്ടല്ലോ എൻ്റെ കൂടെ. അതിനകത്തിൽ മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ആ ഉമ്മ തവി കൊണ്ടടിക്കാൻ കാരണം എന്താണ്? അതിനകത്തിലെ തന്നെ അടുത്തതാണ് കേട്ടോ. അതിനകത്തിലെ ഏതായിരുന്നു? ചട്ടിപ്പത്തിരിയോ ഏതാ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു കുഞ്ഞുങ്ങളെ? അപ്പം നോക്കണേ. മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ആ ഉമ്മ തവി കൊണ്ടടിക്കാൻ കാരണം മാതാവേ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ആ ഉമ്മയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. വീട്ടിലുള്ള സ്നേഹബന്ധം നാടകീയത ഇല്ലാത്ത ഭാഷയിൽ പറയുന്നതാണല്ലോ. നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ അമ്മ അച്ഛനെ അച്ഛ എന്നൊക്കെ വിളിക്കുക. നാളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാപ്പ അല്ലേ. അത് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് ഉമ്മ ബാപ്പ എന്ന് വിളിക്കുന്നത് ഇല്ലേ കുഞ്ഞുങ്ങളെ. മുസ്ലിങ്ങളാണ് അമ്മയെ ഉമ്മ എന്നും അച്ഛനെ ബാപ്പ എന്നും വിളിക്കുന്നത് അല്ലേ. എന്നാൽ ഇത് പഴയ കാലത്താട്ടോ. ഇപ്പം നമ്മുടെ അമ്മയും അച്ഛനെയൊക്കെ എന്ത് വിളിച്ചാലും അവർക്കറിയാം അല്ലേ. പണ്ട് കാലത്ത് അങ്ങനെ ഹിന്ദു ആയിരുന്നു വെച്ചോട്ടെ, അവരെ അച്ഛനെ കയറി ബാപ്പ എന്ന് വിളിക്കുമ്പോൾ അന്നത്തെ കാലത്തേക്ക് കേട്ടോ ഉമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലുള്ള സ്നേഹബന്ധം നാടകീയത ഇല്ലാത്ത ഭാഷയിൽ പറയണം. മലയാളത്തിൽ ഉമ്മ എന്നും ബാപ്പ എന്നുമാണ് സ്നേഹത്തോടെ അവർ വിളിച്ചതും ശീലിച്ചതും. മകൻ അത് മാറ്റി വിളിച്ചപ്പോൾ അവിടെ ഒരു പോരായിക അല്ലേ, ഒരു സ്നേഹക്കുറവ് ആ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഉമ്മ തവിയെടുത്ത് കൊടുത്തത് അല്ലേ. തവിയെടുത്ത് 4 കൊടുത്തു അല്ലേ. ഇനി അതിനകത്ത് തന്നെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ നിങ്ങൾ? നെൽസൺ മണ്ടേല പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ്? ചാപ്റ്റർ നോക്കണേ കേട്ടോ. നമ്മൾ ഒരാളോട് അയാൾക്ക് ബോധ്യമാവുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ അയാളുടെ തലച്ചോറിലേക്കാണ് പ്രവേശിക്കുന്നത്. നിങ്ങളെ നമ്മളിപ്പം ഒരു ഇംഗ്ലീഷിൽ നമ്മൾ മലയാളികളാണ് അല്ലേ, കൂടുതലും മലയാളത്തിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഒരാളോട് ഇംഗ്ലീഷിൽ നിന്ന് അങ്ങ് സംസാരിക്കുക. അയാൾ അതിൻ്റെ അർത്ഥം മാത്രം എന്തുവാന്ന് വെച്ചാൽ മനസ്സിലാക്കി അത് കേട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ അല്ലേ. പക്ഷേ നമ്മുടെ ഭാഷയിലാണ് നമ്മളത് പറയുന്നെങ്കിൽ നമ്മൾ അതിനകത്തിൽ കുറച്ച് പൊടിപ്പും തുങ്ങലും ഒക്കെ ഇട്ട്
അല്ലേ? ആ രീതിയിലല്ലേ പറയുന്നത്. അതാണ് മാതൃഭാഷയിലാണെങ്കിൽ അത് ഹൃദയത്തിലേക്ക് കടക്കും എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ മാതൃഭാഷയാകുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മലയാളം ആയതുകൊണ്ട് നമുക്ക് അതിനെ ഏത് രീതിയിൽ ഇങ്ങനെ പറയാൻ പറ്റും എന്നാൽ അത് ഇംഗ്ലീഷിലാകുമ്പോൾ എന്താ അതിൻ്റെ ആ ഇംഗ്ലീഷ് ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞ് തരുന്നു എന്നേ ഉള്ളൂ, അല്ലേ? എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ ആരാണ് ഇങ്ങനെ പറയുന്നത്? ചട്ടിപ്പത്തിരിയുടെ പാഠത്തിലെ അബു വന്ന് അവനും കൂടി ചട്ടിപ്പത്തിരി വേണമെന്ന് പറഞ്ഞു, അല്ലേ? ഇവിടെ കൽമേയിയുടെ മകനാണ് അബു. ചട്ടിപ്പത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ബിച്ചായി ഷെയ് താത്തയ്ക്ക്, ആ പേര് കണ്ട് നോക്കണേ കുഞ്ഞുങ്ങളെ, ബിച്ചായി ഷെയ് താത്തയ്ക്ക് ദേഷ്യം വന്നു. അവരാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്. എന്നാലും അടുത്ത പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾ കൊണ്ട് ആശ്വാസം തോന്നി. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് സമയവും പ്രയാസവും എടുത്ത് ചെയ്യുന്ന ഒരു പലഹാരം തന്നെയാണ് ഈ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് കേട്ടോ. ആ പാഠത്തിൻ്റെ രണ്ടാമത്തെ ആയിരുന്നു ഇത് കേട്ടോ. 2ോ 3ാമത്തെ പാഠമാണ് കേട്ടോ. പാഠം നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. ചട്ടിപ്പത്തിരിയുടെയാണ് ഇത്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുമ്പം തന്നെ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഒരുപാട് സമയവും പ്രയാസവും എടുത്ത് ചെയ്യുന്ന ഒരു പലഹാരം തന്നെ കുഞ്ഞുങ്ങളെ ഈ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത്, അല്ലേ? താജ്മഹൽ പണിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ശ്രദ്ധ പോലെയാണ് ഈ ചട്ടിപ്പത്തിരി വട്ടച്ചെമ്പിൽ ഓരോന്നായിട്ട് 20 എണ്ണം അടുക്കി ഉയർത്തി വെക്കുമ്പോൾ ഈ ബിച്ചായി ഷെയ് താത്ത എന്ത് ചെയ്തു? അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താജ്മഹൽ പണിയുന്ന അധ്വാനം തന്നെ ആയിരുന്നു എന്നാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? മലയാളവും ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു. ഇനി അടുത്ത ഇംഗ്ലീഷ്. ഹിന്ദി. ഇംഗ്ലീഷ് നമ്മൾ എഴുതിയില്ലായിരുന്നു. ഇംഗ്ലീഷ് വേണമെങ്കിൽ പറയും നിങ്ങൾ കേട്ടോ. ഇനി ഫസ്റ്റ് പാഠം എല്ലായിടം കഴിഞ്ഞാണ്, അല്ലേ? നീലിച്ചിടി നമ്മൾ കുറേ വായിച്ചതാണ്. അതായത് നീലാകാശത്ത് നിന്നും ഇറങ്ങി നീല നിറത്തിലുള്ള ഒരു അതുല്യ പക്ഷി, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷിയാണ്, അത് പറന്നുകൊണ്ട് പാടുന്ന പക്ഷിയാണ്, അല്ലേ? ഇത് നമ്മൾ നല്ലതുപോലെ എടുത്തില്ലേ കുഞ്ഞുങ്ങളെ? പിന്നോ ഈ ചില്ലയുടെ അറ്റത്തു നിന്നും ആ ചില്ലയുടെ അറ്റത്തേക്ക് അത് പോകുന്നു, പറന്നു പോകുന്ന പക്ഷിയാണ്, അല്ലേ? അഥവാ ഡൗട്ടുള്ളവർ കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഹിന്ദി മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥവും എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും കേട്ടോ. വായിക്കാനൊക്കെ അറിയാമോ? ഇല്ലെങ്കിൽ നമ്മുടെ ആ ചാനലിൽ കുറേ സമയം എടുത്ത് ഇത് വായിച്ചൊരു പാഠമാണ് കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്കും പറന്നു പോകുന്ന പക്ഷി, ഇല്ലേ? പിന്നോ ലക്ഷം വിളിക്കും എങ്കിലും അടുത്തേക്ക് വരാം, ഒത്തിരിയും വട്ടം ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചിട്ടും ഇങ്ങോട്ട് വരാത്ത ഒരു പക്ഷിയായിരുന്നു, അല്ലേ? പിന്നെയോ ഈ ഇലകളിലും ആ ഇലകളിലും ഒളിച്ചു നിന്ന് പാടുന്ന പക്ഷിയാണ്, അല്ലേ? പിന്നോ ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്ന് ധാന്യങ്ങൾ തിന്നുന്ന പക്ഷിയാണ്. പിന്നോ ഈ ധാന്യങ്ങൾ തിന്നിട്ട് ചിറകടിച്ച് പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷിയാണ്, അല്ലേ? ഇതിൻ്റെ എല്ലാം മലയാളം അർത്ഥവും ഒക്കെ അതിൻ്റെ വലത്തുവശത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ജൽദി എന്ന് വെച്ചാൽ പെട്ടെന്ന്. നിങ്ങളുടെ വർക്ക്ഷീറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ആൻസർ ആയി കൊടുത്തേക്കുന്നത് കേട്ടോ. ശബ്ദാർത്ഥ് ജൽദി പെട്ടെന്ന്. പകരം പദം ഛട്. ജൽദിക്ക് ഒരു പകരം പദം എഴുതാൻ ഛട്. പങ്ക് ചിറക് എന്ന് വെച്ചാൽ പറ. ഡാലി എന്ന് വെച്ചാൽ ചില്ല. പകരം പദം ഫുൻഗി. പക്ഷി, നമ്മുടെ ടെസ്റ്റിനകത്തിൽ പക്ഷിക്ക് പകരം ചിടിയ എന്നാണ് കൊടുത്തേക്കുന്നത്, അല്ലേ? അനോഖ എന്ന് വെച്ചാൽ അതുല്യമായ, അല്ലേ? ടെസ്റ്റിൽ നിരാലി. ആകാശം എന്ന് വെച്ചാൽ ആസ്മാൻ. പകരം പദം എഴുതാനായിരുന്നു കേട്ടോ. ഇതൊക്കെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ വേറെ ഒന്നും എഴുതിയില്ല. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയായിരുന്നോ? ഇല്ലേ? ഇതിൻ്റെ ഇവിടെ എല്ലാം അർത്ഥം കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ അർത്ഥമൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഇത് മാച്ച് ചെയ്ത് എഴുതാനും കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും അർത്ഥം പഠിക്കണേ. ആസ്മാന്, നിരാലി, ഇതിൻ്റെയൊക്കെ അർത്ഥം പഠിക്കണം കേട്ടോ. അടുത്ത നമ്മൾ സയൻസ് നോക്കൂ കുഞ്ഞുങ്ങളെ. ആഹാരത്തിലൂടെ ആരോഗ്യം. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായിട്ടും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കേട്ടോ. ഡാഷ് ഈസ് ന്യൂട്രിയൻ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോർക്കർ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം കേട്ടോ. ഇൻ ദ പിഗ്മെൻ്റ് പ്രസൻസ് ഇൻ ദ റെഡ് ബ്ലഡ് സെല്ല്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. 6 എണ്ണം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഇട്ടതാ. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു എ കണ്ടീഷൻസ് കാൾഡ് അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത്
അനീമിയ എന്ന് പറയുന്ന രോഗമാണ്. ഡാഷ് ഈസ് ദ പൂർ വിഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. രാത്രിയിൽ നമുക്ക് ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെ നിശാന്തത എന്നാണ് പറയുന്നത്. ഡാഷ് ഈസ് ദ കണ്ടീഷൻസ് ഇൻ വിച്ച് ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിറ്റിൽ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺസ്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. അത് ചോദിക്കുവേ, ഓസ്റ്റിയോപൊറോസിസ് എന്നാൽ എന്താണ്? അടുത്ത സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. പിന്നെ ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്നത് കലോറിയാണ്. എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതെല്ലാം നമ്മൾ ഇട്ടത് കൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ന്യൂട്രിയൻസ്, പോഷകങ്ങൾ എന്നാൽ എന്ത്? ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത്, ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമാണ്. ന്യൂട്രിയൻസ് എന്നാൽ എന്ത്? അടുത്ത വാട്ട് ആർ ദ മേജർ ന്യൂട്രിയൻസ്? പ്രധാനപ്പെട്ടത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്. ചാപ്റ്റർ 1 ഇത് തന്നെയല്ലേ കുഞ്ഞുങ്ങളിപ്പോൾ നമ്മൾ പഠിക്കുന്നത്? ഫുഡ് ഫോർ ഹെൽത്ത് അല്ലേ? ഇതെങ്ങനെ തിരിഞ്ഞു വന്നത്? 2 എഴുതിയായിരുന്നു. ഓക്കെ, നോക്കുക. ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം അല്ലേ? ഓക്കെ, അതായിപ്പോൾ ഏതൊക്കെയാണ്? പിന്നെ ഇത് ടെസ്റ്റിലായിരുന്നില്ലേ? വൈ ഡു വി ഈറ്റ്? ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആവും നിങ്ങൾ കേട്ടോ. അടുത്ത വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? നിങ്ങൾ സാധാരണയായിട്ട് ഒരു ദിവസം ഏർപ്പെടുന്ന പ്രവൃത്തികൾ എന്തെല്ലാമാണ്? കണ്ടോ, അതൊക്കെ എഴുതണേ. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫോർ കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ? ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായിട്ടും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നുമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറൻറ്റ് ഫോംസ് ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ട്യൂബേഴ്സ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, അത് എല്ലാത്തിൻ്റെയും ഇത് ഇംഗ്ലീഷാണ്, അത് എഴുതിയെടുക്കുക. ഇത് മലയാളമാണ് കേട്ടോ, കാരണം നമുക്കെല്ലാം വായിക്കേണ്ടായി നിങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ ചാപ്റ്ററോടും ഒറ്റ എഴുതിക്ക് നമുക്ക് പറ്റുമോ? വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിങ് ഫുഡ് യൂസിങ് ഡിഫറൻറ്റ് ഇൻഗ്രീഡിയൻസ്? നമ്മൾ വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ അവിയൽ ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുക, ഓരോന്നിനും ഓരോ ഇൻഗ്രീഡിയൻസ് അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണെന്നുണ്ട് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതുക, മലയാളംകാർ മലയാളം എഴുതുക കേട്ടോ. ഇംഗ്ലീഷ്, മലയാളം. നാം എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? കുഞ്ഞുങ്ങളെ, വിറ്റാമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. വളരെ വിറ്റാമിൻ എ എന്ന് വെച്ചാൽ നൈറ്റ് കണ്ണ് കാണാത്ത നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഗ്ലോസിസ്റ്റീസ്. വിറ്റാമിൻ ബി ബെറി എന്ന് പറയുന്ന രോഗമുണ്ട് കേട്ടോ. വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ ഡി കാണാ റിക്കറ്റ്സ്. അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് അനീമിയ. അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്. മേജർ ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് വിറ്റാമിൻ കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ആ ബ്ലഡ് കട്ട പിടിക്കത്തുള്ളൂ കേട്ടോ. ഇനി അയഡിൻ ടെസ്റ്റിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. ഫുഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ്, അതായത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. ഫുഡ് ഐറ്റംസും അത് ചേഞ്ച് ചെയ്യുന്നതും ഇത് കേട്ടോ, ഓരോന്നും എന്തായിട്ട് ഇതാകുന്നു എന്നുള്ള. അടുത്ത എന്താണ് മില്ലറ്റ്സ്? ചെറുധാന്യങ്ങൾ എന്നാൽ എന്ത്? 15ാമത്തെ. 16ാമത്തെ ഇത് നമ്പർ തെറ്റിച്ച് കിട്ടി, കാരണം വെച്ചാൽ രണ്ടുകൂടെ ഞാൻ പിന്നെ അടിച്ച് വെച്ചിരിക്കും നിങ്ങൾ കേട്ടോ. എന്തായാലും സംഭവം ഇതിനകത്തുള്ള വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ഇൻക്ലൂഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ്? വൈ ഡു വി ഹാവ് ഫുഡ്? ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻസ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്? ഫാറ്റ്സ്. അടുത്ത ഫാറ്റ്സ് കൊഴുപ്പ്. മില്ലറ്റ്സ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്. മില്ലറ്റ്സ് അല്ലാത്തയാണേ. ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. പ്രോട്ടീനെ കുറിച്ച്
പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കേട്ടോ. പ്രോട്ടീൻ്റെ ഫങ്ഷനുകൾ എന്തെല്ലാം. പ്രോട്ടീൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങളാവും നിങ്ങൾ എന്താണ്, ക്വാഷിയോർക്കർ. നമ്മളത് ഫസ്റ്റ് 1 വേർഡായിട്ട് പഠിച്ചായിരുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ക്വാഷിയോർക്കർ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വിറ്റാമിൻ ഡി ആണ് കേട്ടോ. ഇനി ഈ ബോക്സ് അങ്ങ് പഠിക്കണേ. നമ്മൾ വിറ്റാമിൻ എ വേണമെങ്കിൽ എന്തൊക്കെ കഴിക്കണം, വിറ്റാമിൻ ബി വേണമെങ്കിൽ എന്തൊക്കെ, സി വേണമെങ്കിൽ എന്തൊക്കെ, ഡി നമുക്ക് എന്തോത്തിൻ്റെ കുറവാണ്, നമ്മളെന്തെങ്കിലും ഡോക്ടറെ അടുത്ത് ചെന്ന് ബ്ലഡ് പരിശോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതിൻ്റെ കുറവാണ്, വിറ്റാമിൻ കെയുടെ കുറവാണ്, വിറ്റാമിൻ ഇയുടെ കുറവാണ്, അപ്പോൾ നമ്മൾ എന്ത് മേടിച്ച് കഴിക്കണമെന്ന് കേട്ടോ. അടുത്ത കൊളസ്ട്രോളിനെ കുറിച്ച്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള രോഗമാണ് കൊളസ്ട്രോൾ അല്ലേ. കൊളസ്ട്രോൾ ഇസ് എ ഫോം ഓഫ് ഫാറ്റ്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. ഇത് ഒട്ടും ഇല്ലാതിരിക്കരുത്. 2 വിധമുണ്ട് നിങ്ങൾ, നല്ലതുമുണ്ട് പന്നലുമുണ്ട് അല്ലേ. കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും നമുക്ക് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ 2 എണ്ണം ഉണ്ട്, നല്ലതുമുണ്ട് പന്നലുമുണ്ട് കേട്ടോ. വിറ്റാമിനുകൾ എന്നാൽ എന്ത്? ഓക്കെ, വിച്ച് വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഫോർ സ്കിൻ? ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഏതാ വേണ്ടത്? വിറ്റാമിൻ എയും ബിയും ആണ്. അടുത്ത അയൺ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ് അയൺ. കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് നമ്മൾ കടൽ വിഭവങ്ങളാണ്, സീ ഫുഡ്. ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവ രക്തത്തിന് ചുവപ്പ് നിറമാണ് നൽകുന്നത്. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിൻ്റെ ജോലി കേട്ടോ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ടുള്ള നമുക്കൊരു രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷ്, ഇത് മലയാളം. വിറ്റാമിൻ സി. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടത്? സി സ്കർവി. അതിൻ്റെയൊക്കെ ക്ലൂ ഞാൻ പറഞ്ഞത്. സി സ്കർവി, ബി ബെറിബെറി. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കണമെന്ന് എന്തൊക്കെയാണ് നിങ്ങളെ? മട്ട, റൈസ്, സ്പിനാക്ക്, ഡയറി പ്രൊഡക്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗവും നിങ്ങളെ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിൽ അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിലും നല്ല വെളിച്ചത്തിലും കാഴ്ചക്കുറവാണ് അറിയപ്പെടുന്നത്. ഇനി ധാതുക്കൾ, മിനറൽസ്. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപൊറോസിസ്. അതൊക്കെ ചോദിക്കുകയെ, സ്പെല്ലിങ് നല്ലപോലെ പഠിച്ചോണേ. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. മിനറൽസിൻ്റെ കുറവ്, മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇതാ ചോദ്യം. ഇതിൻ്റെ രോഗങ്ങളും. വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ? അനീമിയ. അത് ഒത്തിരി എടുത്ത് പറഞ്ഞാണ് കേട്ടോ, ചോദിക്കുവേ. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിറ്റർ? ഗോയിറ്റർ തടയാൻ അയോഡൈസ്ഡ് ഉപ്പുണ്ട് നിങ്ങൾ. അയോഡൈസ്ഡ് ഉപ്പ് പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ? അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, കടൽ മത്സ്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ എന്ത് ചെയ്യുക? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ കുറവ് ഗോയിറ്ററിന് കാരണമാവുകയും ചെയ്യുന്നു. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഓസ്റ്റിയോപൊറോസിസ് തടയാൻ പാല്, ചീസ്, തൈര്, ഇലക്കറികൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അവ അസ്ഥികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ അസ്ഥികളെ ആരോഗ്യകരവും ശക്തവുമായി നിലനിർത്തുന്നു. ചീസും തൈരും ഒക്കെ മേടിച്ച് കഴിക്കണമെന്ന്. അതിൻ്റെ ആൻസറാണ് അടുത്ത ഓസ്റ്റിയോപൊറോസിസിനുണ്ട്. അപ്പം പറഞ്ഞ മലയാളത്തിൻ്റെ ഇംഗ്ലീഷാണ്. അടുത്തത്, എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക കൊടുക്കുന്നതെന്ന്? അതൊക്കെ നമ്മൾ പറഞ്ഞതാട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ വിളർച്ച മാറ്റാൻ വേണ്ടി. ചില കുട്ടികളൊക്കെ രാവിലെയൊക്കെ ഒന്നും കഴിക്കാതൊക്കെ വന്ന് ഫൈബർ, നാരുകൾ നല്ലപോലെ എഴുതിയെടുക്കണേ. നാരുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് വിസർജ്യ വസ്തുക്കൾക്കൊക്കെ ഇത് വേണ്ടുന്നത് കേട്ടോ. മോഷൻ. വാട്ടർ, ജലത്തെക്കുറിച്ച്. ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം. എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ്?
സമീകൃത ആഹാരം എന്നാൽ കലോറി, ചോറും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. 55 ക്വസ്റ്റ്യനാണ് നിങ്ങളെ നമ്മുടെ സയൻസിൽ. അത് അത്രയും പഠിച്ചാൽ മതി, നിങ്ങൾക്ക് A+ കിട്ടും കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ. ഇനി അടുത്ത സോഷ്യൽ. അന്നോഡൊമിനിയും ഒക്കെ നമ്മൾ കുറേ പഠിച്ചതാണ്. ADയുടെ ഫുൾ ഫോം അന്നോഡൊമിനി. CD കോമണറാന്നും കോമണറാ C കേട്ടോ. ഒക്കെ നമ്മൾ കുറേ എടുത്തതാണ്. സെഞ്ചുറി, 100 വർഷത്തിനെ സെഞ്ചുറി എന്നും 10 lakh ഇയേഴ്സിനെ മില്യൺ എന്നും പറഞ്ഞു. ഫോസിലുകൾ എന്നാൽ എന്ത്? മെയിൻ ക്വസ്റ്റ്യൻ ഫോസിലുകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പാലിയൻറ്റോളജി കേട്ടോ. പാലിയൻറ്റോളജി. ഫോസിലുകളുടെ കാലപ്പഴക്കം അറിയുന്നത് കാർബൺ ഡേറ്റിംഗ് ആണ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. പിന്നെ ദ ഒറിജിൻ ഓഫ് ദി അങ്ങനൊരു പുസ്തകം ഉണ്ടായിരുന്നു അല്ലേ, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് അല്ലേ. ചാൾസ് ഡാർവിൻ്റെയൊക്കെ സ്പെല്ലിങ് അറിയണം. ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെസ്റ്റിൽ. പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം? പ്രൈമേറ്റ്സ്, ഹോമിനോയിഡ്സ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ മനുഷ്യരുണ്ടായ ഏതിൽ നിന്നാണ്? ഹോമോയുടെ അല്ലേ, ഹോമോ സാപ്പിയൻസ്, ഹോമോ ഇറക്റ്റ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസിൽ നിന്നാണ് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യർ അല്ലേ. നിവർന്ന് നിൽക്കാൻ തുടങ്ങിയത് ഹോമോ ഇറക്റ്റ്. ഇതൊക്കെ നല്ലപോലെ അറിയണേ, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉപകരണ നിർമ്മാതാക്കൾ ആരാണ്? ആരാ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്? ആശാരിയോ മേശരിയോ അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. ഹോമോ ഹാബിലസ് ആണ് കേട്ടോ. നിവർന്ന് നിൽക്കുന്ന മനുഷ്യനാരാണ്? ക്ലഡ്ജ് നീക്കുന്ന ഒരാളോ? അല്ല, ഹോമോ ഇറക്ട്സ് ആണ് കേട്ടോ. ബുദ്ധിയുള്ള മനുഷ്യരാരാ? നമ്മുടെയൊക്കെ പേരങ്ങ് എഴുതി വെച്ചാൽ മതി ഇല്ലേ. ഹോമോ സാപ്പിയൻസ് ആണ്. മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. വായിച്ച് തൊണ്ട പോയി നിങ്ങളെ. പിന്നെയും ഇതൊക്കെ മലയാളം ഇംഗ്ലീഷ്. സ്റ്റോൺ ഏജ് പ്രധാനപ്പെട്ട ഫോസിൽസ്. സ്റ്റോൺ ഏജ് 3 ഉണ്ട്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് അല്ലേ. പാലിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ എന്താണ് നടക്കുന്നു? മെസോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ എന്താണ് നടക്കുന്നു? അടുത്ത നിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ എന്താണ് നടക്കുന്നു? ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഗുഹ കേന്ദ്രം ഏതാണ്? ഭിംബേത്ക കേട്ടോ. അതൊക്കെ നല്ലപോലെ അറിയണേ കേട്ടോ. ബിഗിനിങ് ഓഫ് സെറ്റിൽമെൻറ്റ് അഗ്രികൾച്ചർ, കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 വട്ടം ഞാൻ പറഞ്ഞ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ചെമ്പ്, കോപ്പർ. മെറ്റൽ ഏജ് നമ്മൾ സ്റ്റോൺ ഏജ് പഠിച്ചു. അടുത്ത മെറ്റൽ ഏജ്. മെറ്റൽ ഉപയോഗിക്കുന്ന കാലത്തെയാണ് മെറ്റൽ ഏജ്. സ്റ്റോൺ ഉപയോഗിക്കുന്നതിനെ സ്റ്റോൺ ഏജ് ഇല്ലേ. പക്ഷേ അത് എഴുതാൻ അറിയണം അല്ലേ. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ച കാലത്തെയാണ് ലോഹയുഗം എന്ന് പറയുന്നത്. അടുത്ത ഇനി വെങ്കലയുഗം, ബ്രോൺസ് ഏജ്. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന കാലത്തെ വെങ്കലയുഗം. എല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങളെ. സ്റ്റോൺ ഏജ് സ്റ്റോൺ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചത്. പിന്നെ മെറ്റൽ ഏജ് ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചത്. പിന്നെ വെങ്കലമാണെങ്കിൽ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും. അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഈ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? ഇതൊക്കെ വൃത്തിയായിട്ട് എഴുതണേ കേട്ടോ. നമ്മൾ കുറേ പറഞ്ഞതുകൊണ്ടാണ്. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു നിങ്ങൾ ഈ സംസ്കാരങ്ങളെല്ലാം കൂടെ ഒരിടത്തിട്ട് എഴുതി തരണേന്ന് നോക്കി. ഇതിൽ കൂടുതലൊക്കെ എന്തുവാ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് ഇത്രയും അങ്ങ് എഴുതുക. നിങ്ങളതൊക്കെ അറേഞ്ച് ചെയ്ത് ഇനി അവിടുത്തെ കൾച്ചറുകൾ എന്തെല്ലാമാണ്? ഈജിപ്ഷ്യൻ നൈൽ നദി, അതൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ ഈജിപ്ഷ്യൻ, ചൈനീസ് ഹുവാങ്ഹോ റിവർ, ഹാരപ്പൻ, ഇൻഡസ്, മെസോപ്പൊട്ടേമിയൻ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടത്തിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ്? മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്നാൽ എന്ത്? അതിൻ്റെ മലയാളം. നഗരജീവിതവും എഴുത്തുജീവിതവും. അടുത്തത് ക്യൂണിഫോം ലിപി, യൂണിഫോം സ്ക്രിപ്റ്റ്. യൂണിഫോം സ്ക്രിപ്റ്റ് ഒരു 5 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റിയ നല്ല ചോദ്യങ്ങളാണ്. അടുത്തത് ശാസ്ത്രവും ഗണിതവും. ലോ. മെസോപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പറയുന്ന പേരെന്തുകളെന്നു? സിഗുറാത്തുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരം. ഈ പാഠത്തിൽ ഒരുപാട് സംസ്കാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ സ്റ്റോൺ ഏജിനുള്ളതാണ് ഇതെല്ലാം.
ഉണ്ട്. ഈജിപ്ഷ്യനിൽ എന്തൊക്കെയാണ്? കെയ്റോ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരമായിരുന്നു കെയ്റോ. ഈജിപ്ഷ്യൻ്റെ നൈലിൻ്റെ വരദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈജിപ്റ്റായിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാരെ പറയുന്ന പേര് ഫറവോ എന്നായിരുന്നു. ഈജിപ്തുകാരുടെ എഴുത്ത് രീതിയെ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നു. മമ്മി എന്നാൽ എന്താണ്? പിരമിഡുകൾ എന്നാൽ എന്താണ്? മമ്മികൾ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ റൈറ്റർ? അല്ലെ, ഈജിപ്തിലെ എഴുത്തുവിദ്യകളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? വായിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കലണ്ടറിനെ കുറിച്ച് നമുക്ക് ഓരോ മാസത്തെക്കുറിച്ചും നമ്മൾ അതിൻ്റെ എളുപ്പവഴി പഠിപ്പിച്ചായിരുന്നു അല്ലേ? ചൈനീസ് സംസ്കാരം നോക്കൂ നിങ്ങളെ. ചൈനീസ് എന്ന് കേൾക്കുമ്പോഴേ ഹുവാങ്ഹോ സംസ്കാരങ്ങൾ ഉണ്ട്. അവിടുത്തെ മെസോപ്പൊട്ടോമിയയിലെ ലിപി ഏതായിരുന്നു? ക്യൂണിഫോം ആയിരുന്നു. ഈജിപ്ഷ്യൻ്റെ ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ചൈനയുടെ പിക്ടോഗ്രാഫ്. അവരെല്ലാം പടം വരച്ചായിരുന്നു കേട്ടോ. അതായത് ചിത്രലിപി, പിക്ടോഗ്രാഫ്. പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ആ 3 പ്രത്യേകതകൾ എന്തെല്ലാം? ഇനി ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത് വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ഹാരപ്പൻ സിവിലൈസേഷൻ. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതിനെക്കുറിച്ച് മലയാളമാണിത്. ഇത്രയും ഇംഗ്ലീഷാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മെയിൻ സിറ്റികൾ ഏതെല്ലാം? ഹാരപ്പൻ സംസ്കാരം കണ്ടുപിടിച്ചത് ആരാണ്? സർ ജോൺ മാർഷലാണ് കേട്ടോ. അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. നഗരാസൂത്രണം, ടൗൺ പ്ലാനിങ് എന്നാൽ എന്ത്? അഴുക്കുചാൽ സമ്പ്രദായമൊക്കെ വന്ന ഹാരപ്പനിലാട്ടോ. അഴുക്കുചാൽ സമ്പ്രദായം. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. മോഹൻജൊദാരോയുടെ വലിയ കുളം ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജൊദാരോ. ധാന്യപുരയെക്കുറിച്ച്, എഴുത്തുവിദ്യ ഏതാ? ഇതെല്ലാം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആണേ. ഓക്കെ, ബാക്കി ഞാനൊരു 2-3 ടെസ്റ്റിൽ തന്നെ ടിക്കറ്റ് തന്നിട്ടുണ്ട് പ്രധാനപ്പെട്ടത്. കാരണം അത് ബോക്സിൽ തന്നെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെഴുതിയാലും അതൊക്കെ തന്നെ ആവും നിങ്ങളെ. അപ്പോൾ ഈ ചാപ്റ്ററും ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തിൽ എഴുതാത്ത ഏതുണ്ട്? 8ാം ക്ലാസ്സിൻ്റെ മാത്സും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് അല്ലേ? മാത്സും ഇംഗ്ലീഷുമാണ് 6ാം ക്ലാസ്സിൻ്റെ ഞാൻ എഴുതാത്തത്. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും ഉണ്ട്. അത് മാത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 ചാപ്റ്റർ ഓൾറെഡി ആംഗിൾസിൻ്റെ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ്. കാരണം എല്ലാം അതിനകത്തിൽ ആ ഏറ്റവും ലാസ്റ്റ് പാർട്ട് നിങ്ങളൊന്ന് നോക്കണേ. അതിനകത്തിലെല്ലാം പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.